ഫിറ്റ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസ് ദിന ആശംസകൾ. എൻ്റെ പേര് അഞ്ജന. ഞാൻ വൺ ഹാൻഡ് എംബ്രോയിഡറി എന്നുള്ളൊരു പേജ് നടത്തുകയാണ്. അപ്പോൾ ഇപ്പൊ ക്രിസ്മസ് ആയതുകൊണ്ട് എനിക്ക് കുറേ പേര് എനിക്ക് ഗിഫ്റ്റ് തന്നായിരുന്നു ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. എന്നെ പോലെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറേ പേർക്ക് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പ്രത്യേകം കുറച്ച് ഗിഫ്റ്റുകൾ മേടിച്ച് അതിൽ കുറച്ച് എൻ്റെതായ കുറച്ച് കാര്യങ്ങളും കൂടെ സ്പെഷ്യലായിട്ട് ചെയ്ത് ഒരു ഗിഫ്റ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് അവർക്കുള്ള ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയുള്ള മെറ്റീരിയൽസ് വാങ്ങാൻ വേണ്ടി പോയാലോ? നമുക്കപ്പോ കുറച്ച് വൈറ്റ് കർച്ചീഫ് ആദ്യം മേടിക്കാം. നമുക്കപ്പോ ഇവിടെ ചോദിക്കാം. ഇതിന്റെ 80 എണ്ണം വേണമായിരുന്നേ. ഓക്കെ. ഇത് ഭംഗിയുള്ള രൂപങ്ങളാണല്ലോ ഇവിടെ. എന്റെയൊക്കെ ചെറുപ്പത്തില് എന്റെ ക്രിസ്മസിലേക്ക് ഓർമ്മ വരുന്നു. എന്റെ വീട്ടിലൊക്കെ ഞാൻ തന്നെയാണ് പുൽക്കൂടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ തന്നെ അതിന്റെ പുല്ലൊക്കെ ചെത്തി പുൽക്കൂടൊക്കെ ഈറ്റയൊക്കെ വെട്ടി ഞങ്ങൾ തന്നെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ രൂപമൊക്കെ വയ്ക്കുമ്പോൾ ഞങ്ങൾ വഴിയൊക്കെ ഉണ്ടാക്കി അപ്പോൾ അവിടെ വയ്ക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള രൂപങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്ത് രസമാണല്ലോ കാണാൻ. അപ്പൊ നമുക്ക് നമ്മുടെ കർച്ചീഫിൽ തുന്നാൻ വേണ്ടിയിട്ടുള്ള നൂല് നമുക്ക് മേടിക്കാൻ പോവാം. ചേച്ചി ഗോൾഡനും കൂടെ വേണം. ഗോൾഡൻ അല്ല, യെല്ലോ മതി. യെല്ലോ മറ്റേ 121 നമ്പർ വരുന്നത്.
ഓക്കെ, താങ്ക് യു. നമുക്ക് നൂലായിട്ടുണ്ട്. നമുക്കിനി കർച്ചീഫ് നമുക്ക് തയ്ച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള കൂട്ടുകാർക്ക് വേണ്ടി ഇത് നമുക്ക് സ്പെഷ്യൽ ആക്കാം. എൻ്റെ ഈ കൈകൾ കൊണ്ട് തുന്നാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ബൈബിളൊരു വാക്യം പറയുന്നുണ്ട്, നിനക്കെൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നതെന്ന്. അത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബൈബിൾ വേഴ്സസ് ആണ്. എൻ്റെ മനസ്സിൽ തട്ടിയ, എൻ്റെ ചെറുപ്പം മുതൽ എൻ്റെ കൂടെയുള്ള എൻ്റെ ബൈബിൾ വചനമാണത്. അത് തന്നെയാണ് ഇവിടെ നിവൃത്തിയാകുന്നത്. ദൈവം തന്ന ഈ താലന്ത് മാലകമാർ വഴി എൻ്റെ കൈകളിൽ കോർത്തിണക്കപ്പെട്ടതായി എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ദൈവം എനിക്ക് തന്ന ഈ കൊച്ചു സമ്മാനം ദൈവത്തിന് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള കുറച്ച് പേർക്ക് വേണ്ടി കൊടുക്കാൻ എന്നെ തിരഞ്ഞെടുത്തതിൽ ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല എന്നാണ്. പരിമിതികൾ നമ്മളാണ് നിശ്ചയിക്കുന്നത്. ദൈവം നമുക്ക് പരിമിതികളല്ല, താലന്തുകളാണ് തന്നിരിക്കുന്നത്. ഞാനും ഒരിക്കൽ എനിക്ക് കിട്ടിയിരുന്ന താലന്തുകളെ മറച്ചു വെച്ചിരുന്നു. നമുക്ക് കിട്ടിയിരിക്കുന്ന താലന്തുകളെ മറച്ചു വെച്ചാൽ അത് തന്ന ഉടയവന് ഉത്തരം കൊടുക്കേണ്ടി വരില്ലേ? ഭൂമിയിലെ ഏറ്റവും നിർമ്മല ഹൃദയമുള്ളവരും സ്നേഹിക്കാൻ മാത്രം അറിയുന്നവരുമായ ഈശോയുടെ പൊന്നുണ്ണികൾക്ക് വേണ്ടി ഞാനന്ന് കുഴിച്ചു മൂടിയിരുന്ന എൻ്റെ കഴിവുകളെ ക്രിസ്മസ് സമ്മാനമായി കൊടുക്കുന്നതല്ലേ യഥാർത്ഥ ക്രിസ്മസ്?
അപ്പോൾ നമുക്ക് ഈ സ്പെഷ്യൽ ആയിട്ടുള്ള ഗിഫ്റ്റ് നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ കൂട്ടുകാർക്ക് കൊടുക്കാൻ പോവാം. നമ്മളപ്പോൾ ഫോർട്ട് കൊച്ചിയിലുള്ള കൊത്തലങ്ക സ്പെഷ്യൽ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ സ്പെഷ്യലായിട്ട് മേക്ക് ചെയ്ത് നമ്മുടെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അതിനു മുന്നേ നമുക്ക് ഇവിടുത്തെ സിസ്റ്ററിനോട് ഇവിടുത്തെ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. സിസ്റ്ററിന്റെ പേരെന്താണ്? എൻ്റെ പേര് സിസ്റ്റർ ഫ്രാൻസിസ്ക. ഓക്കെ, സിസ്റ്റർ എത്ര നാളായി ഈ സ്കൂളിൽ ഇപ്പോൾ ഇവിടെ? തുടങ്ങിയത് 1978 തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടുന്ന് പോയി. അപ്പോൾ ഇത് തുടങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇതിൻ്റെ ഒരു മെന്റലി ചാലഞ്ചിന് വേണ്ടിയുള്ള ഒരു ട്രെയിനിങ്ങിന് വേണ്ടി ഞാൻ ബോംബെ പോയി പഠിച്ച് 1 വർഷത്തെ കോഴ്സ് പഠിച്ചിട്ട് തിരിച്ചു വന്ന് കുറച്ചാൾ പഠിപ്പിച്ചിട്ട് പിന്നെ ഞാൻ ഇറ്റലി പോയി. പിന്നെ ഇവിടുന്ന് വേറെ സ്ഥലങ്ങളിലൊക്കെ പോയി. പിന്നെ തിരിച്ച് പിന്നെ ഒരു 2 വർഷം 3 വർഷമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് പിന്നെ പോയി. പിന്നെ ഇപ്പൊ 2 വർഷമായി ഞാനിവിടെ രണ്ടാമത് തിരിച്ചു വന്നിട്ട്. അപ്പൊ ഈ സ്കൂള് തുടങ്ങാനുള്ള ഒരു സാഹചര്യം എന്താണ്? ഇതിന്റെ ചരിത്രം എങ്ങനെയാണ്? സ്കൂൾ ഞങ്ങള് ഇവിടെ വന്നത് 78 വന്നപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു ഇറ്റാലിയൻ സിസ്റ്റർ ഉണ്ടായിരുന്നു. 2 ഇറ്റാലിയൻ സിസ്റ്റേഴ്സ് ഉണ്ടായി. അതിൽ ഒരാൾ അമേരിക്കയിലെ ഈ ഒരു സ്കൂൾ ഫോർ മെന്റലി ചാലഞ്ചിനുള്ള സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന സിസ്റ്ററായിരുന്നു. അവിടെ ഡിഗ്രിയൊക്കെ എടുത്ത് പഠിപ്പിച്ചിരുന്നായിരുന്നു. സിസ്റ്റർ ക്വാളിഫൈഡ് ആയിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ സിസ്റ്റർ ഇവിടെ ഈ എറണാകുളം ഏരിയയിൽ കാക്കനാട് ഒരു സ്കൂൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഈ പ്രദേശത്ത് ധാരാളം ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾ വീടുകളിൽ തന്നെ സൂക്ഷിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ അവർക്കതൊരു നാണക്കേട് പോലെയൊക്കെ ഒരു ശാപം പോലെയൊക്കെ അവർ സൂക്ഷിക്കായിരുന്നു, മറ്റുള്ളവരെ അവർ കാണിക്കാതെയൊക്കെ. പക്ഷേ ഞങ്ങൾ ഈ സ്കൂൾ വന്നിങ്ങനെ അവയർനെസ് ആയപ്പോൾ പിന്നെ ഞങ്ങൾ ബസ്സിൽ പോയി ഇങ്ങനെയുള്ള പിള്ളേരെ എടുക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ ഇവിടെ ഈ ലോക്കാലിറ്റിക്ക് ഇതൊരു പുതിയ ഒരു ആശയമായിരുന്നു. എന്ന് പറഞ്ഞാൽ അങ്ങനെ കുട്ടികൾക്ക് പഠിപ്പിക്കാമെന്നോ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്നോ എന്നുള്ള ഇതൊന്നും അവർക്കില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്തോ ഒരു സംതിങ് ഒരു സ്ട്രേഞ്ച് പോലെയാണ് എല്ലാവരും നോക്കിയിരുന്നത്. ബസ്സൊക്കെ പോകുമ്പോൾ എല്ലാവരും നോക്കി നിന്നിട്ട് പറയും ഇങ്ങനെ ഒരു റിഡിക്കുലസ് ആയിട്ടുള്ള വേർഡ്സൊക്കെ പറയാറുണ്ട്. ഇങ്ങനെ കോഴന്മാരുടെ വണ്ടി പോകണമെന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആളുകൾ അവെയറായി. അപ്പോൾ ഇവിടെ വന്നതുകൊണ്ട് പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ അഭിവൃദ്ധി ഉണ്ടായി. അവരുടെ മാനസികമായിട്ടും അതേപോലെ സോഷ്യൽ ആക്ടിവിറ്റീസ് മറ്റുള്ളവരുടെ ഇടപെടുന്നതിലൊക്കെ അവർക്ക് കൂടുതൽ ഒരു പ്രോഗ്രസ് ഉണ്ടായി. അപ്പോൾ അങ്ങനെയാണ് കുട്ടികൾ പിന്നെ മറ്റുള്ളവരൊക്കെ വരാൻ തുടങ്ങി. പിന്നെ അവിടെ ഞങ്ങൾ ഇവിടെ വേർഡ്സൊക്കെ അക്ഷരം പഠിപ്പിക്കുക എന്നുള്ളത് കൂടുതലായിട്ട് അവരുടെ മറ്റു ആക്ടിവിറ്റീസ്, മോട്ടോർ സ്കിൽസ്, സോഷ്യൽ സ്കിൽസ്, പിന്നെ കോഗ്നിറ്റീവ് സ്കിൽസും ഒക്കെ ഞങ്ങൾ പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ അതിൽ കൂടെയൊക്കെ കുറേശ്ശെ ഇവർക്ക് പ്രോഗ്രസ് ഉണ്ടായി. പിന്നെ ഇവർക്ക് കൂടുതൽ വേണ്ടത് റെപ്പിറ്റീഷൻ വേണം. ഒരു കാര്യം പല പ്രാവശ്യം പറഞ്ഞാൽ അവർക്കത് അവരുടെ തലയിലത് നിൽക്കുകയുള്ളൂ. അപ്പോൾ അത് ഫിക്സ് ചെയ്യണമെങ്കിൽ കുറേ റിപ്പറ്റീഷൻ വേണം. പിന്നെ കുറച്ച് കൂടുതൽ പേഷ്യൻസ് വേണം ഇവരോട്. സ്പെഷ്യലാണ് അവർ സ്പെഷ്യൽ ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ അതല്ല, സ്പെഷ്യൽ അറ്റൻഷൻ അവർക്ക് കൊടുക്കണം. ഇവിടെ ഇപ്പൊ മൊത്തം എത്ര കുട്ടികളുണ്ട്?
ഇവിടെ ഞങ്ങളുടെ സ്കൂളിൽ 80 കുട്ടികളുണ്ട്. ഇവിടെ ഹോസ്റ്റൽ സൗകര്യമുണ്ട്. ഹോസ്റ്റൽ സൗകര്യമുണ്ട്. അത് പെൺകുട്ടികൾക്ക് മാത്രം. അത് പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ അതും അധികം പേരും ആരും ഇല്ലാത്തവരാണ്. പാരൻസും അല്ലെങ്കിൽ റിലേറ്റീവ്സൊക്കെ ഉള്ളവർ വളരെ ചുരുക്കമാണ്. അപ്പം ഇവിടെ ഈ കോർപ്പറേഷനിലൊക്കെ ഈ റോഡുകളിലൊക്കെ ഇങ്ങനെ ചുറ്റുമണക്കുന്ന പിള്ളേരെയൊക്കെ എടുത്തിട്ട് കൊണ്ടുപോയി അവിടെ കോർപ്പറേഷനിൽ കൊണ്ടുപോയി പള്ളുരുത്തിയിൽ കൊണ്ടുപോയി ഇടുമായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടി ഇങ്ങനെ മിക്സപ്പായിട്ട് അവരാകെ ഒരു വല്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു. വേറെ എക്സ്പ്ലോയിറ്റഡ്. അപ്പം അങ്ങനെ കോർപ്പറേഷന് കുറച്ച് പേരെ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ പലരും ഇപ്പം അങ്ങനെയുള്ളവരാണ് ഇവിടെ ഈ 26 പേരുണ്ട് ഇപ്പോൾ ഹോസ്റ്റലിലുണ്ട്. പലരും ആരും ഇല്ലാത്തവരാണ്. എവിടം വരെയുള്ള ആൾക്കാരുണ്ട്? ഏത് സ്ഥലങ്ങളിലൊക്കെ ഉള്ളവരാണ് ഇവിടെ കൂടുതലും ഉള്ളത്? ചേർത്തലയുള്ളവരുണ്ട്. പിന്നെ ഇവിടെ കൊച്ചിൻ ഏരിയയിലൊക്കെ ഉള്ളവരാണ് ഞങ്ങൾ. അതുപോലെ ദൂരെയുള്ളവരെ എടുത്താൽ അവർക്ക് പിന്നെ ആരും ഇല്ലാത്തവർക്കൊക്കെ അല്ല, ആരെങ്കിലും ഒരു സിസ്റ്ററോ ബ്രദറൊക്കെ ഉണ്ടെങ്കിൽ അവരെ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവരെ നമുക്ക് അപ്രോച്ച് ചെയ്യാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് കഴിയുന്നത് ഞങ്ങൾ അടുത്തുള്ളവരെയൊക്കെ എടുക്കുന്നത്. ആലുവയിലുള്ളവർ അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ. ഇവര് നേരത്തെ ഞങ്ങൾക്ക് ചെറിയ പ്രായത്തിലേ ഉണ്ടായിരുന്നു, 8 വയസ്സ് 5 വയസ്സൊക്കെ ഉള്ളവർ. ഇപ്പം ഇത് ഒരു 18 വയസ്സ് കഴിഞ്ഞവർക്ക് വേണ്ടി മാത്രമാണെന്നാണ് ഇപ്പം നിയമം അനുസരിച്ച് അങ്ങനെ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഒരു 15 വയസ്സ് 18 വയസ്സ് തുടങ്ങി ഒരു 50, 60, 70 വയസ്സ് വരെയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഈ റോഡിലിങ്ങനെ നടന്നിരുന്ന ഒരു ലെപ്പറായിട്ടുള്ള ഒരു പെൺകുട്ടി രാംല എന്ന് പറഞ്ഞ അവർക്ക് 70 കൂടുതൽ വയസ്സുണ്ട്. ഇപ്പൊ വീൽ ചെയറിലാണ് ഇവരിക്കുന്നത്. ഞങ്ങൾ ലെപ്രസിക്ക് ഏജിന് പരിധിയൊന്നുമില്ല. പിന്നെ ഈ കുട്ടി ഇവിടെ വന്നപ്പോൾ ലെപ്രസി ഉണ്ടെന്ന് ഞങ്ങൾ ഇത് ഡിറ്റക്ട് ചെയ്തപ്പോൾ ലെപ്രസിക്കുള്ള മരുന്ന് കൊടുത്ത് ഇപ്പോൾ മാറി, ക്യൂറായി. ഇവര് നമ്മുടെ കൊത്തലങ്ക സ്കൂളിലെ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള കൂട്ടുകാരാണ്. ഇവര് നമുക്ക് വേണ്ടി ക്രിസ്മസിന് വേണ്ടി സ്പെഷ്യലായിട്ട് കുറെ കാര്യങ്ങളൊക്കെ കരുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം, നമുക്ക് വേണ്ടി ഇവർ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കാം. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പൊ ഇവിടെ എന്താ ചെയ്തു തരാൻ പോകുന്നത്? ഡാൻസ് കളിക്കാൻ പോവാണോ? അപ്പൊ നിങ്ങൾ ഓരോരുത്തരും പരിചയപ്പെടുത്താവോ? പേര്? അനുജോൺ. പേര്? അമല. നമിത. നോറ. മരിയ. ദീന. ഗീന. പേര്? റേനു. ഓക്കെ. അപ്പൊ ഇവര് നമുക്ക് വേണ്ടി ഡാൻസ് കളിക്കാൻ പോവാണല്ലേ? നിങ്ങൾ ആരാണ് ഡാൻസ് പഠിപ്പിച്ചേ? ഒറ്റയ്ക്ക് പഠിച്ചാണോ? ഞങ്ങൾക്ക് വേണ്ടി തന്നെ പഠിച്ചാണോ ഒറ്റയ്ക്ക്? ആണോ? ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി കളിച്ച് കാണിക്കോ? ഓക്കെ ഓക്കെ, നമുക്കപ്പോ ഇവരുടെ ഡാൻസ് കാണാം. When I am down and oh my soul so weary, when troubles come and my heart burden me, and I am still and wait here in the silence until you come and sit a while with me. You raise me up so I can't stand on mountains. You raise me up to walk on stormy seas. I am strong when I am on your shoulders. You raise me up to more than I can be.
when I am on your shoulders. You raise me up to more than I can be. നമ്മളപ്പോ ദൈവത്തിന് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് കൂട്ടുകാരുടെ കൂടെയാണ് നമ്മളിന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. അപ്പൊ നമുക്ക് മധുരം പങ്കുവെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ക്രിസ്മസ് ആഘോഷം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. കേക്ക് മുറിക്കാം. കേക്ക് മുറിച്ചാലോ? നമുക്ക് എല്ലാവർക്കും കൂടെ മുറിക്കാം. പിടിച്ചോ, ഓരോരുത്തരും പിടിച്ചോ. നല്ല സൂപ്പറായിട്ട് മുറിക്കുന്നുണ്ടല്ലോ. അതെ, അച്ഛോ മതി മതി മതി. താങ്ക് യു. നമ്മളപ്പോ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി നമ്മുടെ ക്രിസ്മസ് ഗിഫ്റ്റ് നമ്മൾ നമ്മുടെ കൂട്ടുകാർക്ക് കൊടുക്കാൻ പോവാണ്. ഹാപ്പിയാണോ ഗിഫ്റ്റ് കിട്ടുന്ന കാര്യത്തില്? തരട്ടെ? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കോ? ഓക്കെ. എനിക്കിപ്പോൾ തോന്നുന്നത് ഈശോയ്ക്ക് ഏറെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് ക്രിസ്മസ് സമ്മാനവുമായി അയക്കപ്പെട്ട ഒരു മാലാഖ ആയിരിക്കാം ഞാനെന്നാണ്. അവരുടെ കളികളിൽ, അവരുടെ ചിരികളിൽ അവരോടൊപ്പം ചേരാൻ അങ്ങനെ